വായനശാലയൊന്നുമല്ല, ഇതൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഇവിടേക്ക് MN വിജയനും സാനുമാഷും എല്ലാവരും ഓടിയെത്താറുണ്ട്. എന്തെന്നല്ലേ, ഇതിനെ ഒരു വഴിയോര വായനശാലയാക്കി മാറ്റുകയാണ് പിറവം മാമലക്കവലയിലെ നാട്ടുകാർ. കാണാം അവരുടെ വിശേഷം. പുതിയൊരു വായനാശീലം പരിചിതമാക്കുകയാണ് പിറവം മാമലക്കവലയിലെ നാട്ടുകാർ. അതിന് മുൻപന്തിയിലുണ്ട്. വഴിയോര വായനശാലയ്ക്ക് വായനക്കാർ തന്നെയാണ് കാവൽക്കാർ. ആർക്കും പുസ്തകങ്ങളെടുത്ത് വായിക്കാം. വായന കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരികെ വയ്ക്കണമെന്ന് മാത്രം. പുസ്തകങ്ങൾ സമ്മാനമായും ഇവിടേക്ക് നൽകാം. വായനയെ പരിപോഷിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ലൈബ്രറികളിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ മാത്രമേ. ഇതിപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാനും എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവം. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ വായിക്കാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷങ്ങളുണ്ട്. വളരെ സന്തോഷമാണ്. പുസ്തകം വാങ്ങിച്ച് പഠിക്കാൻ പറ്റാത്തവർക്ക് എടുത്ത് വായിക്കാം, സമാധാനമായിട്ടിരുന്ന് വായിക്കാം, വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം, വായിച്ച് തിരിച്ചിവിടെ കൊണ്ടുവയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളും ഇവിടെ കൊണ്ട് സപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇരുന്നൂറ് പുസ്തകങ്ങൾ സൂക്ഷിക്കുവാനുള്ള സൗകര്യമാണ് ഇപ്പോഴുള്ളത്. വായന സജീവമായാൽ കൂടുതൽ മെച്ചപ്പെടുത്തും. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറമാണ്. നാട്ടിൻപുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് അനവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ കവലയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. പ്രായമുള്ള ആളുകളും ചെറുപ്പക്കാരും വരുന്നുണ്ട്. അവർക്ക് ഇടവേള സമയങ്ങളിൽ വായിക്കാനുള്ളൊരു അവസരമാണിത്. അപ്പോൾ ഒരു സർഗാത്മക ഇടപെടലുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദീർഘകാലം പ്രവാസിയായിരുന്ന പാഴൂർ പടുതോൾമനയിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരി ശ്രമദാനമായാണ് വഴിയോര വായനശാല നിർമ്മിച്ചു നൽകിയത്. നാട്ടിൽ പരിചിതമല്ലാത്ത വഴിയോര വായനശാല എന്ന ആശയം പുതിയ വായനാ സംസ്കാരത്തിന് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷ. ഈയൊരു കുഞ്ഞു കൂട്ടിൽ നിന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്നത്. ഇതിങ്ങനെ അണയാതെ എന്നും നിലനിൽക്കട്ടെ. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ പിറവം മണിയുടെ പിറവം എറണാകുളം റോഡുകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് മാമലക്കവല. ഞാൻ ഒരു 6ാം ക്ലാസ് വരെയുള്ള കാലത്ത് ഇടയ്ക്കിടെ പോയിരുന്ന ഒരു വഴിയാണ്. എന്തായാലും അവിടുത്തെ ഒരു പുതിയ കാഴ്ച പങ്കുവയ്ക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്. ശ്യാമേ, എന്തായാലും നല്ല കാര്യമാണല്ലേ. നമ്മൾ പലപ്പോഴും ആളുകൾ ഫോൺ നോക്കിയിരുന്നാണ് സമയം കളയാറ്. അതിന് മാറ്റം വരുന്നു പുസ്തകങ്ങൾ, അല്ലേ? പിറവത്തെ മാമലക്കവലയിലാണ് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തമായ ഒരു രീതി അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ മുൻ വാർഡ് കൗൺസിലും ഒക്കെ കൂടി ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം അവലംബിച്ചത്. ഈ ഒരു വായനശാല, അതായത് വഴിയോര വായനശാലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഒരു കുടിൽ പോലെ തയ്യാറാക്കിയത് അത് പാഴൂർ പടുതോൾമനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരി അദ്ദേഹം ശ്രമദാനമായിട്ട് നൽകിയതാണ്. അത് അവിടുത്തെ നാട്ടുകാരുമൊക്കെ ഏറ്റെടുത്തു. പിന്നീട് അവിടുത്തെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ബെന്നിസാറും ഒക്കെ കൂടി ചേർന്ന് ഇത്തരത്തിൽ അത് വിപുലമാക്കുകയാണ്. ആ കുഞ്ഞ് വായനശാലയിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് അറിവ് പകരുന്നു. കാരണം അതൊരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം സജ്ജീകരിച്ചിരിക്കുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഏകദേശം അരമണിക്കൂർ ഇടവിട്ടൊക്കെ അവിടെ ബസ് വരുന്ന ഒരിടം കൂടിയാണ്, ഒരു ഉൾപ്രദേശം കൂടിയാണ്. അവിടെ ആ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഈ MDയെ വായിക്കാം, സാനുമാഷിനെ വായിക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, ഏകദേശം 200-ൽ പരം പുസ്തകങ്ങൾ തന്നെ ഇപ്പോൾ നിലവിൽ അവിടെ ലഭിച്ചു കഴിഞ്ഞു. മറ്റ് ആളുകൾക്ക് ഈ ഒരു വായനശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഈ വഴിയോര വായനശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ തന്ന് മനോഹരമായ ശ്യാമ പഴുതുള്ളിമനയുടെ കാര്യം പറഞ്ഞപ്പോൾ പവിത്ര സിനിമ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വീടാണ് പഴുതുള്ളിമന. ജീവിതത്തിൽ ആദ്യമായി കണ്ട സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു പവിത്ര എന്ന് കൂടി ഇപ്പോൾ ഓർക്കുകയാണ്. ശരി.